നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ കണി കണ്ടത്. ആളെ കിട്ടിപ്പോയി മതി. ഭയങ്കര നാണുള്ള ഒരാളായിരുന്നു. ഞാൻ എപ്പോഴും അമ്മയുടെ സാരിത്തുമ്പിൽ മറിഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു. സീരിയസ് ആയിട്ട്. എന്റെ ബോഡി സെറ്റ് ആയപ്പോൾ എന്റെ നാണം മാറി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ബോഡി സെറ്റ് ആക്കിയപ്പോ എനിക്ക് എന്നെ കണ്ടപ്പോഴത്തേക്ക് കൊള്ളാലോ, കുറച്ച് കാണിക്കാം. അവിടെ ഇവിടെ എത്താത്ത 1.5 മുഴം തുണിയും ചുറ്റിക്കൊണ്ട് നാട് നീളം ഇറങ്ങിക്കോളും. നിന്നെ സ്ത്രീപീഡനം ബോർഡ് നോക്കി ആണുങ്ങൾക്കെതിരെ സമര സത്യാഗ്രഹോട്ട് ഇറങ്ങിക്കോളും. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വന്നു. രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. ഇപ്പൊ ബിക്കിനി ഇടുന്നു. ഞാനൊരു ട്രിപ്പ് പോയാൽ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ബിക്കിനി ഇടും. നേരെ ചെവേ തുണി കൊടുത്ത് നടക്കുവോ, ഇല്ലെങ്കിൽ പരുന്നുകാരെ പോകും. എനിക്കിപ്പം പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ബിക്കിനി ഇടും. ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നോക്കാമായിരുന്നില്ലേ മഹാദേവ? ഇനിയിപ്പോ എത്രയൊക്കെ പൂട്ടിക്കെട്ടി വെച്ചാലും ചെയ്യേണ്ടവൻ ചെയ്യും. ഇല്ലേ? ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? അതാണ് ഞാൻ പറയുന്നത്. ആരും നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോയി പീഡിപ്പിക്കാറില്ല. ഇല്ല. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. നമ്മൾ അതിനൊരു ചാൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഇത് ഫേസ് ചെയ്യേണ്ടി വരും. അയ്യോ, ഈ കൊച്ചിനെല്ലാം അറിയാം. ഇപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളൊരു നോ പറഞ്ഞാല് തീർന്നു. അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ മാത്രമല്ല, ഇതിന് റെഡി ആയിട്ടുള്ള ആൾക്കാർ വേറെയുണ്ട്. അവള് കാര്യമായിട്ട് പറഞ്ഞതാണോ അവ ആക്കിയതാണോ? ഈശ്വര വെറുതെ കൊതിപ്പിക്കല്ലേ. ജാനകിക്ക് ഇതേപോലത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാടുണ്ടല്ലോ, പേരുകളൊന്നും ഓർമ്മയിലില്ല. അതില് ഞാൻ എന്റെ മറുപടി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നടന്നു.